വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി മീഷോ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓർഗാൻസോ മെറ്റീരിയലിൽ വരുന്ന കൂത്താസ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം നമ്മൾ ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന അനാർക്കലി കൂത്താസ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. വിത്ത് ദുപ്പട്ട. ഓക്കെ, പാൻസ് ഇല്ല, വിത്ത് ദുപ്പട്ടയോട് കൂടിയിട്ടുള്ള അനാർക്കലി കൂത്താസ് ആണ് ഞാൻ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ കേട്ടോ. ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്നതായിട്ടുള്ള, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ നമുക്ക് ഫംഗ്ഷന് ചൂസ് ചെയ്യാവുന്നതായിട്ടുള്ള അനാർക്കലി കളക്ഷൻസ് ആണ് ഞാൻ ഇത്തവണ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു കളക്ഷൻസ് എന്നുള്ള രീതിക്കാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതിൽ നല്ല മെറ്റീരിയൽ, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓർഗാൻസോ മെറ്റീരിയലിൽ തന്നെ പല ടൈപ്പ് മെറ്റീരിയലാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത് അങ്ങനെ തന്നെയാണ്. ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുള്ളത്. അതിൽ ക്വാളിറ്റി ഉള്ളതുണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് മെറ്റീരിയലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു 4 കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കളക്ഷൻ ഉണ്ട്. അത് നമുക്ക് ഈ 4 എണ്ണത്തിൽ വെച്ചിട്ട് കുറച്ചുകൂടെ റേറ്റ് കൂടിയ ഒരു ചെറിയ രീതിയിൽ, ഓക്കെ, കുറച്ചുകൂടെ റേറ്റ് കൂടിയ ഒരു കളക്ഷൻ തന്നെയാണ്. പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ അടിപൊളി കളക്ഷനാണ്. സിമ്പിളായിട്ട് നമുക്ക് ഫംഗ്ഷനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻ തന്നെയാണ്. എന്തായാലും നമ്മൾ കൂടുതലായിട്ട് നമുക്ക് സംസാരിച്ച് അങ്ങോട്ട് വലിച്ചു നീട്ടണ്ട. ഡയറക്റ്റ് നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് കാണാം. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതൊരു ഗ്രേപ്പ് കളറിൽ വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു അനാർക്കലി ആണ്. ഫുൾ ലെങ്ത് ആണ് കേട്ടോ, ഫുൾ ലെങ്ത് ആണ്. നമുക്കിതിന് പാൻസ് ചൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഫുൾ ലെങ്ത് ആണ്. നമുക്കൊരു ഫങ്ഷനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുള്ളത്. അടിപൊളിയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ അത് കാണിച്ചു തരാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇഷ്ടപ്പെട്ട കളക്ഷനാണ് ഇത്. ഓക്കെ, ഈ എടുത്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളക്ഷനും കുഴപ്പമില്ലാത്ത നല്ലൊരു മെറ്റീരിയലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസും ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ ഈ ഒരു കളക്ഷനാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഗ്രേ കളറിൽ വരുന്ന ഒരു കളക്ഷനാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു കളക്ഷൻ ഇല്ല, പ്രത്യേകിച്ച് അനാർക്കലിയിൽ നമുക്കില്ല. ഇതിൻ്റെ വർക്ക് വന്നിട്ട് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് നാശാവുമോ എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. എംബ്രോയിഡറി വർക്കോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു കളക്ഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന് നെക്ക് പോർഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു വി ടൈപ്പ് നെക്കാണ്. ദെൻ വി ടൈപ്പ് നെക്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതുവരെ ഒരു ഹാഫ് ഭാഗം വരെ നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് സെപ്പറേറ്റ് പോർഷനാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു കോട്ടിൻ്റെ ഒരു ടൈപ്പിലാണ്, കോട്ടല്ല. ദെൻ നമുക്ക് സെൻട്രൽ പോർഷനിൽ സെപ്പറേറ്റ് ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടാണ് ഇതിൻ്റെ വർക്ക് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്ക്. ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഈ ഒരു വർക്ക് തന്നെയാണ്. എംബ്രോയിഡറി വർക്കിൽ നമുക്ക് വന്നിട്ടുള്ള ഇതൊരു ഗോൾഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഇതിൻ്റെ വർക്ക് തന്നെയാണ്. ഇതൊരു അനാർക്കലി ടൈപ്പാണ്. നല്ല നമുക്ക് വേണ്ട അത്ര ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ഇതിന് തന്നിട്ടുണ്ട്. നല്ല ലെങ്ത്ത് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്ലെയർ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. നല്ല ഫ്ലെയറോട് കൂടിയിട്ട് ഇതിൻ്റെ സ്ലീവിലാണ് പിന്നെ കുറച്ച് ഹെവി വർക്ക് ഉള്ളത്. ഓക്കെ, സ്ലീവിൽ ഹെവി വർക്ക് എന്ന് പറയാൻ ഇതിൻ്റെ ഈ ഒരു പോർഷനിലാണ് ഇതിൻ്റെ വർക്ക്. ദെൻ ഇടയിലൊക്കെ ആയിട്ട് ഒരു ഫ്ലവേഴ്സ് എന്നുള്ളൊരു ടൈപ്പിൽ എംബ്രോയിഡറി വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ എവിടെയും ഇപ്പോൾ ബാക്കിലാണെന്നുണ്ടെങ്കിലും വേറെ എവിടെയും നമുക്ക് വർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് ഫംഗ്ഷനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അനാർക്കലി കുർത്തയാണ്. കുർത്ത വിത്ത് ദുപ്പട്ട കേട്ടോ. ദുപ്പട്ടയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദുപ്പട്ടയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് കുറവാണ്, എങ്കിലും നമുക്ക് വൺ സൈഡൊക്കെ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പാണ്. ഇത്രയാണ് വിത്ത് നമുക്കുള്ളത്. ഇതിലും സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഈ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പോർഷനിലൊന്നല്ല, ഫുള്ളായിട്ട്
നമുക്ക് സൈഡിൽ ഇങ്ങനത്തെ ഒരു എംബ്രോയിഡറി വർക്ക് കാണാം. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഒന്നാമത്തെ കാര്യത്തിൻ്റെ കളറാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ദെൻ ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക്, പിന്നെ ഈ ഒരു കുർത്തയുടെ ഡിസൈൻ. ഓക്കെ, ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് സെപ്പറേറ്റ് ക്ലോത്തിലാണ് അവർ ആ ഒരു വർക്ക് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വെറൈറ്റി ടൈപ്പാണ്, അടിപൊളിയാണ്. നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ. ജോർജറ്റ് മെറ്റീരിയൽ തന്നെ കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണ്. എന്ന് വെച്ചാൽ ഓവർ നല്ലത് എന്നൊന്നല്ല പറയുന്നത്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടിപൊളി കളക്ഷനാണ്. ദുപ്പട്ടയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് വേണ്ടത്ര ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു അടിപൊളി കളക്ഷനാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മീഷോയിൽ നമുക്ക് ഡീറ്റെയിൽ നോക്കാണ്ടിരിക്കുകയാണ് ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം കറക്റ്റായിട്ട് എല്ലാ പ്രൊഡക്ട്സിലും കറക്റ്റായിട്ട് ഡീറ്റെയിൽ കാണുന്നില്ല. കുറേയൊക്കെ തെറ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇതിലിപ്പോൾ ഫാബ്രിക് ജോർജറ്റ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, കളർ പർപ്പിൾ കളറ്, ദെൻ എംബ്രോയിഡറി വർക്ക്, വി നെക്ക്, ദെൻ ഫുൾ സ്ലീവ് ആണ് കേട്ടോ. ഞാൻ പറയാൻ മറന്നു, ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവിൽ ലൈനിങ് ഇല്ല, വിത്തൗട്ട് ലൈനിങ് ആണ്. ബോഡി പോർഷനിലാണ് ലൈനിങ് ഉള്ളത്. ലൈനിങ്ങും നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടോപ്പിൻ്റെ ഈ ഒരു ലെങ്ത്തിൽ തന്നെയാണ് അടിയിലെ ലൈനിങ്ങും ഇവർ തന്നിട്ടുള്ളത്. ചില അനാർക്കലിയിൽ ഇവർ ചെയ്യണ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് പോർഷൻ ലൈനിങ് കൊടുത്തിട്ട് ബാക്കി മൊത്തം നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഉള്ളിൽ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ, മീൻസ് അടിയിൽ പാൻസ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആ രീതിക്കാണ് ഉണ്ടാവാറ്. പക്ഷെ ഇത്തവണ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതിൽ ഇതിൽ ഫുൾ ലൈനിങ് കൊടുത്തിട്ടുണ്ടാവും. അതിനിടയിൽ നമ്മുടെ ഫോണിന് സ്പേസ് ഫുൾ ആയതുകൊണ്ട് ഒന്ന് ബാക്കായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെയോ വീഡിയോ ചെയ്ത് വരുമ്പോഴേക്കും ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു വില ഇല്ലാത്തൊരു ടൈപ്പ് ഭാഗ്യത്തിന് ആ വീഡിയോ നമ്മൾ മുന്നെടുത്ത് വെച്ച വീഡിയോ സേവ് ആയിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് എനിക്ക് സേവ് ആവാത്ത സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ബാഡാവും ആ ഒരു സിറ്റുവേഷനിൽ. എന്തോ ആ ഒരു ഫ്ലോ അങ്ങ് പോയി കിട്ടി എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത്, ഞാൻ ഈ ഒരു പ്രൈസ്, നമുക്ക് പ്രൈസിലേക്ക് കിടക്കാം ഡയറക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 539 മീഷോയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസിന് ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയാണ്, വേർത്താണ് എന്ന് തന്നെ പറയാം. നല്ല കുഴപ്പമില്ലാത്തൊരു ജോർജറ്റ് മെറ്റീരിയലിൽ നല്ലൊരു എംബ്രോയിഡറി വർക്കോട് കൂടിയിട്ടുള്ള നല്ലൊരു കുർത്ത, മീൻസ് അനാർക്കലി കുർത്ത വിത്ത് ദുപ്പട്ടയോട് കൂടിയിട്ട് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻ തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു കളക്ഷൻ തന്നെയാണ്, ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. വെറും 539 രൂപയ്ക്കാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിന് വേർത്താണ്. ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്തതിൽ വെച്ചിട്ട് 500 കടന്നിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റാണ്. അതിനുള്ളത് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് പെയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ പെയർ ചെയ്ത സൈഡിൽ ഞാൻ കൊടുക്കാം വീഡിയോ. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഒരു നേവി ബ്ലൂവോട് കൂടിയിട്ടുള്ള ഒരു അനാർക്കലി കുർത്തയാണ് കേട്ടോ. ഇത് വന്നിട്ട് വിത്ത് ദുപ്പട്ടയോട് കൂടിയിട്ടുള്ളതാണ്. ദുപ്പട്ടയിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. ഒരു വിത്താണെങ്കിൽ ചെറിയൊരു വിത്താണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത്തോട് കൂടിയിട്ടുള്ളൊരു ദുപ്പട്ട തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദുപ്പട്ട പ്രത്യേകിച്ച് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ജോർജറ്റ് മെറ്റീരിയൽ സെയിം നമ്മുടെ ഈ ഒരു കുർത്തയുടെ മെറ്റീരിയലിൽ തന്നെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത നല്ല തിരക്കേടില്ലാത്തൊരു മെറ്റീരിയൽ തന്നെയാണ് ജോർജറ്റിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ടോപ്പാണ്. ഈ ഒരു കുർത്തയിൽ നമുക്ക് ഇതിൻ്റെ വർക്ക് എന്ന് പറയാൻ ഈ ഒരു പോർഷനിൽ, ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ സ്ക്വയർ എംബ്രോയിഡറി വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിൽ ഇടയിലൊക്കെ ആയിട്ടൊരു മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒറിജിനൽ മിറർ അല്ല കേട്ടോ, പ്ലാസ്റ്റിക് മിറർ ടൈപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കായിട്ട് വന്നിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ സ്ലീവിലും ഫുൾ സ്ലീവാണ് കേട്ടോ. സ്ലീവിലും ഈ ഒരു അറ്റത്തായിട്ട് അവർ എംബ്രോയിഡറി വർക്കിൽ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വർക്ക്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വർക്ക്. വി നെക്കാണ് ഇതിന് വന്നിട്ടുള്ളത്. ബാക്ക് റൗണ്ട് ആണ്. ദെൻ ഞാൻ മീഡിയം സൈസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഈ ഒരു പോർഷനിൽ നമുക്ക് കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കട്ടിങ് ദെൻ ഇവിടെ നിന്ന് അങ്ങോട്ട് സെപ്പറേറ്റ് പ്ലെയിൻ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. നമുക്കിതിനും പാൻസ് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈനിങ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത ലെങ്ത്തിൽ തന്നെ ലൈനിങ് വന്നിട്ടുണ്ട്. ചെറിയൊരു പോർഷൻ മാത്രം ഒരു മിസ്സായിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ.
ഇതിന് പാൻസ് ചൂസ് ചെയ്യണമെന്നില്ല ഇതിന്, കാരണം ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് ആയതുകൊണ്ട് തന്നെ പാൻസ് കാണില്ല. പിന്നെ ആ ലൈനിങ് ഇല്ലാത്ത ഒരു ചെറിയ പോർഷനിൽ കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പാൻസ് ഇടുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. കുഴപ്പമില്ലാത്ത നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. നേവി ബ്ലൂവിൽ സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ് ആണ്, ബോഡി പോർഷനിൽ മാത്രമേ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ഇതിലിപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. ഡീറ്റെയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഡീറ്റെയിൽ പിക്ചറിൽ കാണുന്നത് നേവി ബ്ലൂ അല്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, പിക്ചറിൽ നേവി ബ്ലൂ അല്ല, ഒരു ലൈറ്റ് ബ്ലൂ കളറിലാണ്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഒരു നേവി ബ്ലൂ കളറായിട്ടല്ല പിക്ചറിൽ കാണുന്നത്. പിക്ചറിലെ ബ്ലൂവും ഇതിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടിയിട്ടുള്ള ബ്ലൂവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ദെൻ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ടു XXL വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്. ജോർജറ്റ് മെറ്റീരിയൽ ബ്ലൂ കളറിൽ, സ്ലീവ് ലെങ്ത് ആണെങ്കിൽ 3/4 സ്ലീവ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഫുൾ ലെങ്ത് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മീൻസ് അത്യാവശ്യം നമുക്ക് ഇതുവരെ ലെങ്ത്ത് വരുന്നുണ്ട്. ഓക്കെ, സ്ലീവിൻ്റെ ലെങ്ത് ആയിട്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 362 ഞാൻ ഈ ഒരു അനാർക്കലി കുർത്ത ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 362 ഈ ഒരു അനാർക്കലി കുർത്ത ഫുൾ ലെങ്ത്തോട് കൂടിയിട്ടുള്ള ഒരു അനാർക്കലി കുർത്ത പ്ലസ് ദുപ്പട്ടയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേർത്താണ് കേട്ടോ. ഈ ഒരു പ്രൈസിന് 362 ഈ ഒരു കുർത്ത വേർത്താണ്. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ് ജോർജറ്റിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഡിസൈൻ വൈസ് ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. സിമ്പിളായിട്ടൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു അനാർക്കലി കുർത്തയാണ് നമുക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയാൻ. ദെൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഒരു മെറൂൺ കളറിൽ വന്നിട്ടുള്ളൊരു ഒരു കളക്ഷനാണ് നമുക്ക്. ഇതിൽ വിത്ത് ദുപ്പട്ടയാണ്. ദുപ്പട്ടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെയാണ് ഇത് നമുക്ക് വന്നിട്ടുള്ളത്. മറ്റുള്ള 2 കളക്ഷനെ അപേക്ഷിച്ച് ലോക്കൽ ആയിട്ടുള്ളൊരു ജോർജറ്റ് മെറ്റീരിയൽ ആയിട്ടാണ് എനിക്കിതിനെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ദുപ്പട്ടയിലാണെന്നുണ്ടെങ്കിൽ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്ലെയിൻ ആണ്. നേരത്തെ ആ ഒരു കുർത്തയുടെ ദുപ്പട്ട പോലെ തന്നെയാണ് ഇതും. വെട്ടാണെന്നുണ്ടെങ്കിൽ കുറവാണ്, ലെങ്ത്ത് കുഴപ്പമില്ലാത്ത ലെങ്ത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ദുപ്പട്ട അങ്ങനെയാണ്. ദെൻ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കുർത്തയിലേക്ക് കിടക്കാം. കുർത്ത പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്. ഇതിലും നമുക്കൊരു ഗോൾഡൻ ത്രെഡ് വർക്കാണ് നമുക്ക് വന്നിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണ് ഇതിൽ വന്നിട്ടുള്ള ഒരു വി ടൈപ്പ് നെക്കാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ സെൻട്രൽ പോർഷനിൽ ഈ വർക്കിൻ്റെ ഇത്രയും പോർഷനിൽ നമുക്ക് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു പ്ലീറ്റ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. സംഭവം ഡിസൈൻ വൈസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്ലേറ്റ് ഒക്കെ വന്നപ്പോൾ അടിപൊളിയാണ് ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. കളറാണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു കളർ തന്നെയാണ്. പക്ഷേ ഇതെനിക്ക് മെറ്റീരിയലാണ് ഇതിൻ്റെ പോരായ്മ തോന്നുന്നത്. ഒരു ക്വാളിറ്റി ജോർജറ്റ് മെറ്റീരിയലിൽ ലോ ക്വാളിറ്റി മെറ്റീരിയൽ ആയിട്ടാണ് എനിക്കിതിനെ ഫീൽ ചെയ്യുന്നത്. അപ്പം മെറ്റീരിയൽ എനിക്ക് ഓക്കെ അല്ല. ഫ്ലെയർഡ് ആണ്, അത്യാവശ്യം ലെങ്ത്ത് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഫുൾ ലെങ്ത് ആയിട്ടില്ല. നമുക്ക് നമ്മുടെ ബോട്ടം പോർഷൻ വരെ നമുക്ക് ലെങ്ത്ത് എന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് ലെങ്ത്തിൽ. മറ്റുള്ള അനാർക്കലി കുർത്ത പോലെയല്ല, ചെറുതായിട്ട് ലെങ്ത്ത് കുറവാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്ലെയർ ആണെന്നുണ്ടെങ്കിലും അത്ര വലിയ ഫ്ലെയർ ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇട്ട് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലെയർ ആണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷേ എനിക്ക് ഇതിൻ്റെ മെറ്റീരിയലാണ് എനിക്ക് വല്ലാണ്ട് അങ്ങനെ പിടിക്കാത്തത് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ നിങ്ങൾക്ക് വിഷയമൊന്നുമില്ല. ഡെയിലി യൂസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 325 325 ഈ ഒരു അനാർക്കലി കുർത്ത വിത്ത് ദുപ്പട്ട ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 325 ഇത് വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡൗട്ടാണ്. കാരണം മെറ്റീരിയൽ വൈസ് എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഡൗട്ടാണ്. ഞാൻ മീഡിയം സൈസിലാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇതിൻ്റെ സൈസസ് സ്മോൾ സൈസ് മുതൽ XXL വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്. ജോർജറ്റ് മെറ്റീരിയലിൽ മെറൂൺ കളറിൽ ഫ്ലെയർഡ് ആയിട്ടുള്ള, എന്നാൽ നല്ല ഫ്ലെയർഡ് ഒന്നല്ല കേട്ടോ, ഫ്ലെയർഡ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുള്ളൊരു അനാർക്കലി കുർത്തയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വി നെക്കാണ്. നമുക്ക് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കളക്ഷനാണ്. പക്ഷെ മെറ്റീരിയൽ വൈസ് ഞാൻ പറയണു, ഇപ്പോഴും എനിക്കൊരു 325-ന് മീഷോനെ സംബന്ധിച്ചിടത്തോളം ഇത് ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മെറ്റീരിയൽ വൈസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഓവറോൾ അടിപൊളി കളക്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഞാൻ പറയുന്ന ജോർജറ്റ് മെറ്റീരിയൽ ക്വാളിറ്റി ഇല്ലാത്തൊരു ജോർജറ്റ് മെറ്റീരിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നാണ് കേട്ടോ. അല്ലാണ്ട് ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, മെറ്റീരിയൽ കീറിപ്പോവും, പിന്നിപ്പോവും, അങ്ങനെയൊന്നല്ല ഞാൻ പറയണേ. ആ വക ഇഷ്യൂസ് ഒന്നും വരില്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് നല്ല ജോർജറ്റ് ആണോ, ലോക്കൽ ജോർജറ്റ് ആണോ, കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിലെനിക്ക് കുറച്ച് ലോക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയാൻ. എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം എൻ്റെ ഫോൺ ഇടയ്ക്കൊന്ന് സ്പേസ് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ചിലതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും, ചിലതൊക്കെ പറഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് കൺഫ്യൂഷനാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ നമുക്ക് കമൻസിലൂടെ ബാക്കി കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ ദെൻ ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ദുപ്പട്ടയില്ല കേട്ടോ, ഒരു കുർത്ത മാത്രം, അനാർക്കലി കുർത്ത മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൽ വന്നിട്ടുള്ള ഒരു ഗോൾഡൻ പേൾ വർക്ക് ആണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതിന്റെ നെക്ക് പോർഷനിലാണ് ഇതിന്റെ വർക്ക് വന്നിട്ടുള്ളത്. റൗണ്ട് നെക്കാണ്. നെക്ക് എനിക്ക് ഫിനിഷിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഞാൻ പെയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, ഒരു റൗണ്ട് നെക്ക് ഫിനിഷിംഗ് ഇല്ല. സ്റ്റിച്ച് ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും എനിക്കിതിൽ ഫീൽ ചെയ്യുന്നില്ല. കുഴപ്പമില്ലാത്ത നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ്, ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ്. കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയൽ എന്ന് പറയാം. ജോർജറ്റിൽ കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ എനിക്കിതിൽ തീരെ പിടിക്കാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഈ ഇൻ്റർലോക്ക് ഇട്ടേക്കുന്നത് ഇവർ വൈറ്റ് ത്രെഡിലാണ് ഇൻ്റർലോക്ക് കൊടുത്തിട്ടുള്ളത്. ഇതാണെങ്കിൽ നേളടിക്കണ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഈ ഒരു പോർഷനിൽ കറക്റ്റായിട്ട് നമുക്ക് അതൊക്കെ എടുത്തറിയാൻ പറ്റുന്നുണ്ട്. ക്യാമറയിലൊക്കെ ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്ക് നേരിട്ട് കറക്റ്റായിട്ട് വൈറ്റ് കളറിലാണ് അവർ സ്റ്റിച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കത് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു പോരായ്മ നല്ല രീതിയിൽ ഇതിലുണ്ട്. അല്ലാണ്ട് ഓവറോൾ പിന്നെ നെക്ക് പോർഷൻ ഒരു ഫിനിഷിങ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അല്ലാണ്ട് ഓവറോൾ അടിപൊളിയാണ്. കളർ വൈസും ദെൻ ഡിസൈൻ വൈസും ഓക്കെ ആണ്. വേറെ എവിടെയും ഡിസൈൻ ഇല്ല. നമുക്ക് സ്ലീവ് ഹാഫ് സ്ലീവ് ആണ്. ദെൻ വിത്തൗട്ട് ലൈനിങ് ആണ്. ബോഡി പോർഷനിൽ മാത്രമേ ലൈനിങ് ഉള്ളൂ. അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. ലൈനിങ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റി ലൈനിങ് ആണ് ഇവർ തന്നിട്ടുള്ളത്. ഇതിൻ്റെ പോരായ്മ എന്ന് പറയാൻ ആ ഒരു ഇതാണ്. ലൈനിങ് ആണെങ്കിലും ആ ടോപ്പിൻ്റെ അത്രയ്ക്കും ഈ ഒരു പോർഷനിൽ ഈ ഒരു ജോർജറ്റ് മെറ്റീരിയലിൻ്റെ അത്രയ്ക്കും തന്നെ ലൈനിങ് അവർ കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇൻ്റർലോക്കാണ് നമുക്ക് പിടിക്കാത്തത്. വൈറ്റ് ത്രെഡിൽ അവർ കൊടുത്തതാണ് ഇതിൻ്റെ പോരായ്മ. പിന്നെ നെക്ക് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറോൾ അതൊഴിച്ച് ബാക്കി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ വൈസ് ആൻഡ് കളർ വൈസ് അടിപൊളി കളക്ഷനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്ലെയർ ഒക്കെ നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. നല്ലൊരു അനാർക്കലി കുർത്തയാണ് നമുക്ക് ഇതിലും കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മീഡിയം സൈസ് മുതലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ജോർജറ്റ് മെറ്റീരിയലിൽ പേർപ്പിൾ കളർ ഫ്ലെയർഡ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കോട് കൂടിയിട്ടുള്ളൊരു എത്നിക് വെയർ ആണിത്. ഉള്ളതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. കൂടുതൽ എക്സ്ട്രാ ഡീറ്റെയിൽ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് ആണ് നമുക്ക് അറിയേണ്ടതല്ലോ. അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 396-നാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 396-ന് ഓക്കെ ആണ്. നമ്മൾ ഈ പറഞ്ഞ ഫോൾട്ടുകൾ ഒഴിച്ച് ഇതൊക്കെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ 396-ന് നമുക്ക് വേർത്താണ്. അല്ലാത്ത പക്ഷം ഓക്കെ അല്ല. ഇതെന്തായാലും ഞാൻ റിട്ടേൺ അയക്കും. കാരണം ഇങ്ങനെ ഇട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ നമ്മളിത് അഴിച്ചുപണി നടത്തേണ്ടി വരും. കുറച്ച് റിസ്ക്കാണ്. നമ്മളിങ്ങനെ മുഴുവനായിട്ട് അഴിക്കേണ്ടി വരും. അപ്പോൾ ഈ ഇൻ്റർലോക്ക് അഴിച്ചുപണി നടത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാനിത് റിട്ടേൺ അയക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ചിലപ്പോൾ ഇതിപ്പോൾ എനിക്ക് മാത്രമാവാൻ ചിലപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവാം. എല്ലാവർക്കും ഇതേപോലെ ചെയ്ത് തരണം എന്നൊന്നുമില്ല. ഡിസൈൻ വൈസ് അടിപൊളി ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. നമുക്ക് റിട്ടേൺ ഓപ്ഷനൊക്കെ ഉള്ളതുകൊണ്ട്
നിങ്ങൾക്ക് ധൈര്യമായിട്ടൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. പക്ഷേ ഈ ഒരു ഫോൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം 396 ഇത് വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർത്ത് ആവേണ്ടതായിരുന്നു ഈ ഫോൾട്ടുകൾ ഇല്ലെങ്കിൽ. അല്ലാത്ത പക്ഷം അടിപൊളിയാണ് ഈ ഒരു പ്രൈസിന്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രാവശ്യം കാണിച്ചിട്ടുള്ള അടിപൊളി എത്നിക് വെയേഴ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ 4 കളക്ഷൻസാണ് ഞാൻ കാണിച്ചു തന്നുള്ളത്. ഈ 4 കളക്ഷൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഗ്രേപ്പ് കളറിൽ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ടൈപ്പ് അനാർക്കലി കൂത്തയാണ്. അടിപൊളിയാണ്. അത്യാവശ്യം ഫ്ലയേർഡ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ലെങ്ത്തോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ വർക്കോട് കൂടിയിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിൽ ഈ ഒരു മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ്. അല്ലാത്ത പക്ഷം ഇതും ആയിരിക്കും എൻ്റെ ഇപ്രാവശ്യം പർച്ചേസ് ചെയ്തതിൽ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് പറയാൻ ഉണ്ടായിരിക്കുക. പക്ഷേ ഇതിൽ ഇത്രയും ഫോൾട്ടുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചൂസ് ചെയ്യാണ്ട് ഉള്ളതിൽ 2 ഇതാണ്, കുറച്ചുകൂടെ ബെറ്റർ ഇതാണ് എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് എടുക്കാം. എല്ലാം നല്ല കളക്ഷനാണ്. ഇതിൻ്റെ ഫോൾട്ടുകൾ പറഞ്ഞല്ലോ, എവിടെ കൊണ്ടാണ് ഓരോ പ്രൊഡക്റ്റിലും ഫോൾട്ട് ഉള്ളത് അത് ഞാൻ പറഞ്ഞു തന്നു. ഇതിൽ 2 നമുക്ക് പ്രത്യേകിച്ച് ഫോൾട്ടൊന്നും പറയാനില്ല. ഇതിൽ മെറ്റീരിയൽ വൈസ് ആണ്. ഇതിൽ നമുക്ക് ഇവർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതിലുള്ള ഒരു ഫോൾട്ടാണ്. നിങ്ങൾക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ കളക്ഷൻസ്. ഞാൻ അത് പെയർ ചെയ്തിട്ടുള്ള വീഡിയോസ് എന്തായാലും നമ്മുടെ വീഡിയോയുടെയൊക്കെ സൈഡിലൊക്കെ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ദെൻ ഷോർട്സ് ഒക്കെ ആയിട്ട് നമ്മൾ പോവും. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻസിലൂടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടുപോയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. താങ്ക്